ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ബിൻസി. 5 പാർട്ടുകളായിട്ടുള്ള ഒരു വീഡിയോ സീരീസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അത് നമ്മുടേത് കിൻഡർ ഗാർട്ടൻ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരുടെ ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള കോൺവെർസേഷൻ ക്ലാസ് ആയിരുന്നു. അതായത് കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള കോൺവെർസേഷൻ ക്ലാസ് ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ 5 വീഡിയോസിലൂടെ നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ അടുത്ത വീഡിയോ സീരീസ് തുടങ്ങുകയാണ്. അത് LP സെക്ഷൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. Good morning class. Good morning ma'am. നമ്മൾ കഴിഞ്ഞ സീരീസിൽ കണ്ടു, കുട്ടികൾ ക്ലാസ്സിലേക്ക് ടീച്ചർ വന്ന ഉടനെ ഗുഡ് മോർണിംഗ് പറയും. കുട്ടികളോട് ടീച്ചറും ഗുഡ് മോർണിംഗ് പറയും. അത് ഗ്രീറ്റിങ്സ് എപ്പോഴും വേണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പം ടീച്ചർ ഗുഡ് മോർണിംഗ് ക്ലാസ് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എന്ന് പറയാം, ഗുഡ് മോർണിംഗ് ക്ലാസ് എന്ന് പറയാം, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറയാം, ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയാം. ഏത് രീതി വേണേലും പറയാം. All of you listen here. Keep quiet everyone. I am going to take your attendance now. Roll number 1. Yes ma'am. 2. Yes, ma'am. Roll number 3. What happened to Anna? Why is she absent today? ഓൾ ഓഫ് യു ലിസൺ ഹിയർ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. ഓൾ ഓഫ് യു, നിങ്ങളെല്ലാവരും ലിസൺ ഹിയർ. ലിസൺ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. എവിടെ? ഇവിടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കൂ. കീപ് ക്വയറ്റ് എവരി വൺ. എല്ലാവരും ശബ്ദമുണ്ടാക്കാതിരിക്കുക. കീപ് ക്വയറ്റ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഇല്ലാതെ വർത്തമാനം പറയാതിരിക്കുക. കീപ് ക്വയറ്റ് എവരി വൺ. എവരി വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടികളെല്ലാവരും വർത്തമാനം പറയാതെ ശ്രദ്ധിച്ചിരിക്കുക എന്നാണ് പറയുന്നത്. ഐ ആം ഗോയിങ് ടു ടേക്ക് യുവർ അറ്റൻഡൻസ് നൗ. ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ടേക്ക്, ഞാൻ പോവുകയാണ്. ടു ടേക്ക്, എടുക്കാൻ. എന്തിനാണ് പോകുന്നത്? ടു ടേക്ക്. ടു ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. യുവർ അറ്റൻഡൻസ് നൗ, നിങ്ങളുടെ, യുവർ നിങ്ങളുടെ അറ്റൻഡൻസ്, നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കാൻ പോവുകയാണ്. നൗ, ഇപ്പോൾ. അതായത് ഐ ആം ഗോയിങ് ടു ടേക്ക് യുവർ അറ്റൻഡൻസ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കാൻ പോകും. അതായത് നിങ്ങളെ ഞാൻ പേര് വിളിക്കുക. പേര് വിളിക്കുന്നതിന് പകരം നമ്പറാണ് വിളിക്കുന്നത്. നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ റോൾ നമ്പർ കിട്ടുമല്ലോ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ റോൾ നമ്പർ വിളിക്കാൻ പോവുകയാണെന്നാണ് ടീച്ചർ പറയുന്നത്. വാട്ട് ഹാപ്പൻ ടു അന്ന? വൈ ഈസ് ഷീ ആബ്സെൻറ്റ് ടുഡേ? അപ്പം റോൾ നമ്പർ 3 വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആരും ഒന്നും സംസാരിക്കുന്നില്ല. റോൾ നമ്പർ 1ഉം 2ഉം വിളിച്ചപ്പോൾ യെസ് മാം എന്ന് കുട്ടികൾ പ്രസൻറ്റ് പറഞ്ഞു. 3 വിളിച്ചപ്പോൾ ആരും സംസാരിക്കുന്നില്ല. വാട്ട് ഹാപ്പൻ ടു അന്ന? 3, റോൾ നമ്പർ 3 അന്നയുടെയാണ്. വാട്ട് ഹാപ്പൻ ടു, എന്ത് പറ്റി അന്നയ്ക്ക്? വൈ ഈസ് ഷീ ആബ്സെൻറ്റ് ടുഡേ? അന്ന എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ആർക്കെങ്കിലും അറിയാവോ എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. വൈ ഈസ് ഷീ ആബ്സെൻറ്റ് ടുഡേ? എന്തുകൊണ്ടാണ് അന്ന ആബ്സെൻ്റ് ആയത്? ഷീ ഈസ് ആബ്സെൻറ്റ് ടുഡേ നമ്മൾ പറയാറുണ്ട്. അവൾ ഇന്ന് ആബ്സെൻ്റ് ആണ്, അതായത് അവൾ ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ വൈ ഈസ് ഷീ ആബ്സെൻറ്റ് ടുഡേ? എന്തുകൊണ്ടാണ് അവൾ വരാത്തത്? നമ്മൾ വന്നിട്ടില്ലെന്ന് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവൾ വരാത്തതെന്ന് ടീച്ചർ ചോദിക്കില്ല. അങ്ങനെ വൈ ഈസ് ഷീ ആബ്സെൻറ്റ് ടുഡേ? എന്തുകൊണ്ടാണ് അവൾ വരാതിരിക്കുന്നത്? She is on leave ma'am. She has gone to her uncle's home. ഷീ ഈസ് ഓൺ ലീവ് മാം. അവൾ ഇന്ന് അവധിയിലാണ്, അതായത് അവൾ ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. ഷീ ഹാസ് ഗോൺ ടു ഹെർ അങ്കിൾസ് ഹോം. അവൾ അവളുടെ അമ്മാവൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്, അങ്കിളിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഷീ ഹാസ് ഗോൺ ടു ഹെർ അങ്കിൾസ് ഹോം. ഷീ ഹാസ് ഗോൺ, അവൾ പോയിരിക്കുകയാണ്. അവൾ അവളുടെ അങ്കിളിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. കഴിഞ്ഞു പോയ കാര്യമാണ്, പോയിരിക്കുകയാണ്. അതുകൊണ്ട് ലീവാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പോകുമെന്ന്. Okay, and why were you absent yesterday, Maria? Ma'am, yesterday I had a fever. ടീച്ചർ പറയാണ് ഓക്കെ. ആൻഡ് വൈ വേർ യു ആബ്സെൻ്റ് യെസ്റ്റർഡേ മരിയ? മരിയ എന്തുകൊണ്ടാണ് ഇന്നലെ ആബ്സെൻ്റ് ആയത്? വൈ വേർ യു, വൈ എന്തുകൊണ്ട്. വേർ പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഇന്നലെ ആയിരുന്നല്ലോ ആബ്സെൻ്റ്, അതുകൊണ്ടാണ് വേർ പറയുന്നത്. ഇന്നാണെങ്കിൽ ആറാണ് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു കാര്യമാണ് യു ചേർത്ത് പറയുന്നത്, ആറെന്ന് പറയും, ആർ യു എന്ന് പറയും. ഇന്നലത്തെ കാര്യം, പഴയ കാര്യമായ കാരണം നമ്മൾ വൈ വേർ യു എന്ന് പറയുന്നു. വൈ വേർ യു ആബ്സെൻ്റ് യെസ്റ്റർഡേ മരിയ? നീ എന്തുകൊണ്ടാണ് ഇന്നലെ ആബ്സെൻ്റ് ആയത്? അപ്പോൾ മരിയ പറയാണ് മാം യെസ്റ്റർഡേ ഐ ഹാഡ് എ ഫീവർ. എനിക്ക് ഇന്നലെ ഒരു പനിയായിരുന്നു. ഇന്നലെ എനിക്ക് പനി. യെസ്റ്റർഡേ ഇന്നലെ.
ഐ ഹാഡ് എ ഫീവർ. ഹാഡ് എന്ന് പറഞ്ഞപ്പം കഴിഞ്ഞു പോയ കാര്യം, ഇന്നലത്തെ കാര്യമാണ്. ഐ ഹാഡ് എ ഫീവർ. ഇന്നലെ എനിക്ക് പനിയായിരുന്നു. ഹാവ്, ഹാസ്, ഹാഡിൻ്റെ ഒക്കെ പ്രയോഗം നമുക്കൊരു ഗ്രാമർ ക്ലാസ്സിൽ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. വെർബിൻ്റെയും ഓക്സിലറി വെർബിൻ്റെയൊക്കെ കാര്യം ഗ്രാമർ എടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് രീതിയിൽ പറഞ്ഞുതരാം. ഇപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു പോയാൽ സമയമെടുക്കും. ഐ ഹാവ് എ ഫീവർ എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഐ ഹാഡ് എ ഫീവർ. ഹാവ് പ്രസൻറ്റ് ടെൻസ്, ഹാഡ് പാസ്റ്റ് ടെൻസ്. Oh, how are you feeling now? I am feeling better now, ma'am. ഓ, ഹൗ ആർ യു ഫീലിംഗ് നൗ? ഓ, എക്സ്ക്ലമേഷൻ എന്ന് പറയും. അതായത് അത്ഭുതത്തോടെ ചോദിക്കുക, ഓ നിനക്ക് വയ്യായിരുന്നു. ഓ, ഹൗ ആർ യു ഫീലിംഗ് നൗ? നിനക്ക് ഇപ്പോൾ പനിയുണ്ടോ? നിനക്ക് സുഖമായോ? ഹൗ ആർ യു ഫീലിംഗ്? നീ ഇപ്പോൾ എന്താണ് നിനക്ക് ഫീൽ ചെയ്യുന്നത്? നിനക്ക് പനിയുണ്ടോ? ഹൗ ആർ യു ഫീലിംഗ് നൗ? ഇപ്പം നിനക്ക് പനിയുണ്ടോ എന്നാണ് അർത്ഥം. ഹൗ ആർ യു ഫീലിംഗ് നൗ? ഹൗ എങ്ങനെയുണ്ടെന്ന്. ഹൗ ആർ യു ഫീലിംഗ്? എന്താണ് നിനക്ക് ഫീൽ ചെയ്യുന്നത്? ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുന്നത്. പനി ഉണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ആർ യു ഫീലിംഗ് നൗ? ഐ ആം ഫീലിംഗ് ബെറ്റർ നൗ മാം. എനിക്കിപ്പോൾ സുഖമുണ്ട്. എനിക്കിപ്പം പനിയൊന്നുമില്ല. ഐ ആം ഫീലിംഗ്, ഞാൻ ഫീൽ ചെയ്യുന്നു. എന്താണ്? ബെറ്റർ നൗ. ബെറ്റർ എന്ന് പറഞ്ഞാൽ നന്നായി സുഖമായെന്നല്ല, നേരത്തെക്കാളും ബെറ്ററാണ്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്, കുറച്ചുകൂടെ പനി കുറഞ്ഞിട്ടുണ്ട്, ഇപ്പം വലിയ കുഴപ്പമില്ല എന്നാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ. നമ്മൾ നന്നായിട്ട് സുഖമായി എന്ന് പറയുന്നതല്ല, ഇപ്പം വലിയ കുഴപ്പമില്ലെന്ന് പറയുന്നതാണ് ബെറ്റർ. Why are you all shouting? Don't talk to each other. വൈ ആർ യു ഓൾ ഷൗട്ടിങ്? നിങ്ങളെല്ലാവരും എന്തിനാണ് ഈ ഒച്ച വെക്കുന്നത്? ക്ലാസ്സിൽ കുട്ടികൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സൗണ്ട് കേൾപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയും, ബഹളം വെക്കും. വൈ ആർ യു ഓൾ ഷൗട്ടിങ്? നിങ്ങൾ എന്തിനാണ് ഈ ഷൗട്ട് ചെയ്യുന്നത്? എന്തിനാണ് ഈ ഒച്ച വെക്കുന്നത്? ഡോണ്ട് ടോക്ക് ടു ഈച്ച് അതർ. ഡോണ്ട് ടോക്ക്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് ഈച്ച് അതർ. ഡോണ്ട് ടോക്ക്. ഡോണ്ട് ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കരുത്. ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു നോട്ട്, അതായത് ഡു ചെയ്യുക എന്ന് പറഞ്ഞാൽ സംസാരിക്കരുത് എന്ന് പറയുന്നതാണ്. വെർബാണ് ഡോണ്ട് ടോക്ക്. ഡോണ്ട് ടോക്ക് ടു ഈച്ച് അതർ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത്. വൈ ആർ യു ഓൾ ഷൗട്ടിങ്? നിങ്ങളിവിടെ എന്തിനാണ് ഇത്രയും ബഹളം വെക്കുന്നത്? ഡിസിപ്ലിൻ ആയിട്ടിരിക്കുക, മിണ്ടാതിരിക്കാനാണ് മിസ് പറയുന്നത്. Okay, students, let me check your homework first. Okay, ma'am. ഓക്കെ സ്റ്റുഡൻസ്, ലെറ്റ് മി ചെക്ക് യുവർ ഹോംവർക്ക് ഫസ്റ്റ്. കുട്ടികളെ ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഈ നോട്ട്ബുക്ക് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് അനുവദിക്കൂ. ആദ്യമേ തന്നെ ഞാൻ നോട്ട്ബുക്ക് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. നിങ്ങളിവിടെ ക്ലാസ്സിൽ ബഹളം വെക്കാതിരിക്കൂ എന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഓക്കെ മാം എന്ന് പറഞ്ഞു. അവർ പിന്നെ മര്യാദയ്ക്കിരുന്നു. ലെറ്റ് മീയുടെ അർത്ഥം എന്നെ അനുവദിക്കൂ എന്നാണ്. ലെറ്റ് മീ, അനുവദിക്കൂ. ലെറ്റ് അനുവദിക്കുക, മീ എന്നെ അനുവദിക്കൂ എന്ന് പറഞ്ഞാൽ. ചെക്ക് നോട്ട്ബുക്ക് ചെക്ക് ചെയ്യാൻ. Sorry, ma'am, I couldn't complete my homework because I was sick. Okay, don't worry, Maria. Complete it by tomorrow. സോറി മാം, ഐ കുഡിൻറ്റ് കംപ്ലീറ്റ് മൈ ഹോംവർക്ക്. ദയവായി എന്നോട് ക്ഷമിക്കണം. മാം എന്നോട് ക്ഷമിക്കണം. ഐ കുഡിൻറ്റ്, എനിക്ക് കഴിഞ്ഞില്ല. കംപ്ലീറ്റ്, എന്ത് കഴിഞ്ഞില്ല? കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക. പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്ത്? മൈ ഹോംവർക്ക്, എൻ്റെ ഹോംവർക്ക്. ബിക്കോസ് ഐ വാസ് സിക്ക്. അതിന് കാരണം എന്താണ്? എനിക്ക് എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തതിന് കാരണം എന്താണ്? ബിക്കോസ് ഐ വാസ് സിക്ക്. ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം. ഐ, ഞാൻ. വാസ്, ഞാൻ ആയിരുന്നു. വാസ് സിക്ക്, ഐ വാസ് സിക്ക്, ഞാൻ സിക്കായിരുന്നു. അതായത് എനിക്ക് അസുഖമായിരുന്നു, പനിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം മരിയ പനിയായിരുന്നതുകൊണ്ട് ഹോംവർക്ക് ചെയ്തിട്ടില്ലെന്ന് മാമിനോട് ആദ്യമേ തന്നെ പറയുക. മിസ് നോട്ട്ബുക്ക് ചെക്ക് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ആദ്യമേ അങ്ങോട്ട് നേരത്തെ പറയുകയാണ്. അങ്ങനെയാണ് നല്ല കുട്ടികൾ. അപ്പോൾ സോറി മാം, ഐ കുഡിൻറ്റ് കംപ്ലീറ്റ് മൈ ഹോംവർക്ക് ബിക്കോസ് ഐ വാസ് സിക്ക്. എനിക്ക് പനിയായിരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ നോട്ട്ബുക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് മരിയ പറയുകയാണ്. ഓക്കെ, ഡോണ്ട് വറി മരിയ. സാരമില്ല മരിയ, വിഷമിക്കേണ്ട. അത് ഓക്കെയാണ്, നമുക്ക് കുഴപ്പമില്ല. നോട്ട്ബുക്ക് നാളെ എനിക്ക് കണ്ടാൽ മതി. കംപ്ലീറ്റ് ഇറ്റ് ബൈ ടുമോറോ. നാളത്തേക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് എന്നെ കാണിച്ചാൽ മതി. ഇപ്പോഴത്തേക്ക് കുഴപ്പമില്ല, ഇരുന്നോളാൻ പറഞ്ഞു. Okay, class, the bell has already rung. All the other students, submit your homework now. ബെൽ റാങ് ചെയ്തു. അതിനിടയ്ക്ക് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടു. ഓക്കെ ക്ലാസ്, ദ ബെൽ ഹാസ് ഓൾറെഡി റങ്.
കുട്ടികളെ ഇപ്പോൾ ക്ലാസ് തീരാറായി, ബെല്ലടിച്ചിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കണം. ഓക്കെ ക്ലാസ്, ദ ബെൽ ഹാസ് ഓൾറെഡി റങ്. ഓൾറെഡി റങ് എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞു. മീനിങ് ഓഫ് റിങ് ഈസ് ബെല്ലടിക്കുക, പ്രസൻറ്റ് ടെൻസിൽ. റങ് മീൻസ് പാസ്റ്റ് ടെൻസിൽ, ബെല്ലടിച്ചു കഴിഞ്ഞു. ഓൾ ദി അതർ സ്റ്റുഡൻസ് സബ്മിറ്റ് യുവർ ഹോംവർക്ക് നൗ. ബാക്കി എല്ലാ കുട്ടികളും, ഓൾ ദി അതർ സ്റ്റുഡൻസ്, ബാക്കിയുള്ള എല്ലാ കുട്ടികളും, ബാക്കിയുള്ള എല്ലാ കുട്ടികളും, ഓൾ ദി അതർ സ്റ്റുഡൻസ്, ഇവളല്ലാത്ത മരിയല്ലാത്ത ബാക്കി അതർ സ്റ്റുഡൻറ്റ്, അതർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കുട്ടികളെല്ലാവരും സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക എന്നാണ് സബ്മിറ്റിൻ്റെ അർത്ഥം. ഇവിടെ മിസ്സിന് കൊണ്ട് കൊടുക്കുക, സബ്മിറ്റ് യുവർ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഹോംവർക്ക് നൗ, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്ക് എൻ്റെ കൈ കൊണ്ട് തരൂ. ഹോംവർക്ക് നൗ എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് നോട്ട്ബുക്കിലാണല്ലോ, അപ്പോൾ നോട്ട്ബുക്ക് എൻ്റെ കൈ കൊണ്ട് തരൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓൾ ദി അതർ സ്റ്റുഡൻസ് സബ്മിറ്റ് യുവർ ഹോംവർക്ക് നൗ. എൻ്റെ കയ്യിൽ കൊണ്ട് ബാക്കി എല്ലാ കുട്ടികളും ഹോംവർക്ക് തരിക. Do not make any noise. Wait for the next teacher. Thank you, class. ഡു നോട്ട് മേക്ക് എനി നോയ്സ്, വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇനി ക്ലാസ്സിൽ കിടന്ന് ബഹളം വെക്കരുത്, ഞാൻ ക്ലാസ്സിൽ നിന്ന് പോവുകയാണ്, അടുത്ത ടീച്ചർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക, ബഹളം വെക്കാതെ മറ്റു ടീച്ചറിനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഡു നോട്ട് മേക്ക് ചെയ്യരുതെന്നാണ്, എന്ത് നോയ്സ് ഉണ്ടാക്കരുത്. മേക്ക് എനി നോയ്സ് ഉണ്ടാക്കരുത്. ഡു നോട്ട് മേക്ക് ചെയ്യരുത്, ഡു നോട്ട് മേക്ക് എനി നോയ്സ്, ഒരു സൗണ്ട് പോലും ഇവിടെ കേൾക്കരുത്, വച്ച് വെക്കരുത് എന്നാണ് പറയുന്നത്. ടീച്ചർ താങ്ക് യു ക്ലാസ് പറഞ്ഞ് പോകുക. താങ്ക് യു സ്റ്റുഡൻസ് എന്നോ താങ്ക് യു ക്ലാസ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ താങ്ക് യു ക്ലാസ് എന്ന് പറഞ്ഞു ആ ക്ലാസ് അവസാനിപ്പിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സും അവസാനിക്കാനായിട്ട് സമയമായി. ഈ ക്ലാസ്സിൻ്റെ തന്നെ LP സെക്ഷൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കോൺവെർസേഷൻ്റെ തന്നെ കണ്ടിന്യൂഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.